മാത്യു കൊഴുന്താടൻ കോൺഗ്രസിൻ്റെ MLA ആണ്. നല്ല MLA ആയിരുന്നു തുടക്കത്തിൽ. നല്ല വിവരമുള്ള MLA ആണ് എന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെയാണ് നടപ്പും വർത്തമാനവും ഒക്കെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വിവരം പോയിട്ട് 4 അയലത്ത് പോലും എത്തിയിട്ടില്ല വിവരമെന്ന്. പിന്നീട് തൊടുന്നതെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ടു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ആരോപണം ഉന്നയിച്ചു. ആരോപണവുമായി സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി കേസെടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. അതിനുശേഷമാണ് മൂന്നാറിൽ ഭൂമി വാങ്ങിയ വൻ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ നടന്ന് മൊത്തത്തിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു കുറച്ചു കാലമായി മാത്യു കൊഴുന്താടൻ. അവസാന സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ തോൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പണി ചെയ്യുമോ മാത്യു കൊഴുന്താടൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഒരു വാർത്താക്കുറിപ്പ് വായിക്കാം. അതിങ്ങനെയാണ്. പ്രസ് റിലീസ് സംബന്ധിച്ച് വിശദീകരണം. ഇന്ന് മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലുകളിൽ ഞങ്ങളുടെ മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനിയെക്കുറിച്ച് തോട്ടപ്പള്ളി സ്പിൽവേ വർക്കിനും അവിടുത്തെ കരിമണൽ ഖനനത്തെയും ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് സംബന്ധിച്ച് തോട്ടപ്പള്ളി സ്പിൽവേ വർക്കും തോട്ടപ്പള്ളി കരിമണൽ ഖനനവുമായി മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അറിയിക്കുന്നു. ഇക്കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു എന്ന് മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഡയറക്ടർ മൂവാറ്റുപുഴ 7/4/2026 പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് വെച്ചാൽ ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയാണ്. മേരി മാത ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോർമലി മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലെറ്റർ പാഡിലാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇനി എന്താണ് സംഭവം എന്നല്ലേ, കഴിഞ്ഞ ദിവസം മാത്യു കൊഴുന്താടൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. 2018 പ്രളയം, ആ പ്രളയത്തിന് കാരണം തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നതാണ്. അതുകൊണ്ടാണ് പ്രളയമുണ്ടായത് എന്നാണ്. എന്തുകൊണ്ടാണ് തുറക്കാതിരുന്നത്? തുറന്നാൽ കരിമണൽ ഒഴുകി കടലിലേക്ക് പോകും. അപ്പോൾ കരിമണൽ വാരാൻ കരാർ കമ്പനിയായ മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വൻ നഷ്ടമുണ്ടാക്കും. മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ് ഈ ദുരിതമൊക്കെ ഉണ്ടാക്കിയത് സ്പിൽവേ തുറക്കാതിരുന്നത് എന്നാണ് നിയമസഭയിൽ കൊടുത്ത മറുപടി. കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. പ്രേക്ഷകർ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിൽ കൃത്യമായും പറയുന്നുണ്ട്. ഹൈബി ഈഡന്റെ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി മാത്യു ടി തോമസ് പ്രളയം നടക്കുന്നതിന് മുമ്പ് തന്നെ സ്പിൽവേ തുറന്നിരുന്നു. സ്പിൽവേ തുറക്കുക മാത്രമല്ല, ഒരു സ്പിൽവേയുടെ ഷട്ടറിന് തകരാറുണ്ടായിരുന്നു. അത് തുറക്കാൻ പ്രത്യേക ജനറേറ്റർ കൊണ്ടുവന്ന് തുറക്കുകയായിരുന്നു. മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്പിൽവേ തുറന്നിരുന്നു എന്ന് നിയമസഭയിൽ 2019 കൊടുത്ത മറുപടിയാണ്. അത് പുറത്തു വരികയും ചെയ്തിരുന്നു. അതോടുകൂടി ആ പൊള്ളത്തരവും പൊളിഞ്ഞു. പിന്നെ മേരി മാത കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അവിടെ ഒരു ടെൻഡർ എടുത്തിട്ടില്ല എന്ന്. അതുമാത്രമല്ല, മേരി മാത കമ്പനിയെ കുറിച്ചുള്ള മറ്റൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതാണ് രസകരം. 2018 മഹാപ്രളയം ഉണ്ടാകുന്നത്. എന്നാൽ മേരി മാത കമ്പനി സ്ഥാപിച്ചത് എപ്പോഴാണ്? 2019 ഡിസംബർ 15. 2019 ഡിസംബർ 15 ആരംഭിച്ച കമ്പനി. ആ കമ്പനി എങ്ങനെയാണ് 2018 അല്ലെങ്കിൽ 2017 തോട്ടപ്പള്ളി മണൽ വാരത്തിനു വേണ്ടി കരാറെടുക്കുന്നത്? വലിയ ചോദ്യമാണ്. പക്ഷേ ഇതൊന്നും പരിശോധിക്കാതെയാണ് ആരോ വന്ന് എന്തോ പറയുന്നു, ഒരു ശബ്ദരേഖ തരുന്നു, അത് പുറത്തു വിടുന്നു, എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഒരു അഭിഭാഷകനല്ലേ മാത്യു കൊഴുന്താടൻ? ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തമായി ഓഫീസുള്ള അഭിഭാഷകനാണ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് എന്ന് അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കിടക്കുന്നത് എനിക്ക് ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്, മറ്റുള്ളവർ രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് വെളിപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വീടടുത്ത് കിടന്ന് ഉരുളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു അഭിഭാഷകൻ മിനിമം കോമൺ സെൻസ് ഉപയോഗിച്ച് ഒരാൾ വന്ന് പറയുമ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? മേരി മാത എന്ന കമ്പനിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ മേരി മാത കമ്പനി ഏതാണ്, എന്താണ്, എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് ടെൻഡർ കൊടുത്തത്, ടെൻഡർ വിളിച്ചതിൻ്റെ വല്ല രേഖകളുമുണ്ടോ, ടെൻഡർ എടുത്തതിൻ്റെ വല്ല രേഖകളുമുണ്ടോ എന്നെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ? അതൊക്കെ സാധാരണമല്ലേ? അതുപോലും ചെയ്യാതെ ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് കുഴിയിൽ ചാടിയ മാത്യു കൊഴുന്താടനെയാണ് ഇപ്പോൾ കാണുന്നത്. മാത്യു കൊഴുന്താടൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതും പോയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഒരു മണ്ട ശിരോമണിയെ ഇങ്ങനെ MLA ആയി കൊണ്ടു നടക്കണോ
നാട്ടിന് തന്നെ അതൊരു നാണക്കേടല്ലേ എന്ന് ചിന്തിക്കുന്നവർ നാട്ടിലുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നടപടി എത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ.